നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള അതീവ ഗുരുതരമായ ഭീഷണിയുമായി ഇറാൻ സൈനിക കമാൻഡർ രംഗത്ത്. ഇറാന്റെ ശത്രുക്കൾക്ക് ആക്രമണം നടത്താൻ മണ്ണോ സൗകര്യങ്ങളോ വിട്ടു നൽകിയാൽ മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപാദനത്തോട് എന്നേക്കുമായി വിട പറയാൻ തയ്യാറെടുത്തുകൊള്ളാനാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ എയറോസ്പേസ് ഫോഴ്സ് കമാൻഡർ ഉദ്ധരിച്ച് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങളാണ് ഈ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. ഇതൊരു മുന്നറിയിപ്പല്ല, ഇതൊരു പ്രഖ്യാപനമാണ്. ഞങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും ഭൂമി നൽകിയാൽ ആ ഭൂമിയിലെ എണ്ണ തന്നെ ഇല്ലാതാകും. ഇറാൻ ഗൾഫ് രാജ്യങ്ങളോട് നൽകിയ കടുത്ത മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, ലോക സമ്പദ് വ്യവസ്ഥയുടെ തന്നെ ഹൃദയമിടിപ്പിനെ തകർക്കാൻ കഴിയുന്ന ഒരു വാക്കാണ്. കാരണം ഈ വാക്കിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത് യുദ്ധത്തിന്റെ ഏറ്റവും ഭീകരമായ ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ്. പേർഷ്യൻ ഗൾഫിലെ ചില രാജ്യങ്ങൾ മുൻപ് ഇറാന്റെ ശത്രുക്കൾക്ക് താവളം ഒരുക്കിയിരുന്നുവെന്നും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ ആ രാജ്യങ്ങളുടെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുമെന്നും സൈനിക മേധാവി വ്യക്തമാക്കി. ഇറാന്റെ ലക്ഷ്യപട്ടികയിൽ ഇനി സൈനിക താവളങ്ങൾ മാത്രമല്ല ഉള്ളതെന്നും മറിച്ച് മിഡിൽ ഈസ്റ്റിലെ പ്രധാന എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ഇതിൽ ഉൾപ്പെടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ നിർണായകമായ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളെ അക്കമിട്ട് നിരത്തിയാണ് ഇറാൻ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിലനിൽക്കുന്നതും അവരുടെ സഖ്യകക്ഷികളുമായ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഇറാന്റെ ഈ നീക്കം ആഗോള എണ്ണ വിപണിയിലും വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. മേഖലയിലെ സാമ്പത്തിക ഭദ്രതയെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നയതന്ത്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ലോകം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നിരിക്കെ ഇറാന്റെ അടുത്ത നീക്കങ്ങൾക്കായി ലോക രാജ്യങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇപ്പോൾ സ്ഥിതി എന്താണ്? അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുന്നു. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി, UAE അമേരിക്കയ്ക്ക് പിന്തുണ നൽകുമോ എന്ന സംശയം നിലനിൽക്കുന്നു. ഇവിടെ ഇറാന്റെ മുന്നറിയിപ്പ് വെറും ഭീഷണി അല്ല എന്ന് ചരിത്രം തന്നെ പറയുന്നുണ്ട്. 2026 തന്നെ ഗൾഫ് മേഖലയിലെ എണ്ണ സൗകര്യങ്ങൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഈ മുന്നറിയിപ്പ് വാക്കുകൾ മാത്രമല്ല, പ്രാവർത്തിക ശേഷിയുള്ള ഭീഷണിയാണ്. ഇപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം എണ്ണ വിപണി. ഇന്നത്തെ ലോകത്ത് ഏകദേശം 20% വരെ എണ്ണ ഹോർമൂസ് വഴി കടന്നു പോകും. അവിടെ തന്നെ സംഘർഷം ശക്തമാകുമ്പോൾ വിതരണ ശൃംഖല തന്നെ തകർന്നു പോകും. ഇപ്പോൾ തന്നെ സംഭവിക്കുന്നത് അതാണ്. ലോകത്തെ എണ്ണ വിപണി സർപ്ലസിൽ നിന്ന് ഡെഫിസിറ്റ്സിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് ആവശ്യത്തിന് എണ്ണ ഇല്ലാത്ത അവസ്ഥ. അതിനു മുകളിൽ ഇറാൻ ഈ മുന്നറിയിപ്പ് നടപ്പിലാക്കിയാൽ എന്ത് സംഭവിക്കും? ആദ്യ ആഘാതം എണ്ണവില കുത്തനെ ഇനിയും ഉയരുമെന്നുള്ളതാണ്. ഇന്ധനവില, ഗതാഗത ചെലവ്, ഭക്ഷ്യവില എല്ലാം നിയന്ത്രണാതീതമാകും. രണ്ടാമത് ആഗോള സാമ്പത്തിക പ്രതിസന്ധി. ഇപ്പോൾ തന്നെ ഏറ്റവും വലിയ എണ്ണ വിതരണ തടസ്സം ലോകം നേരിടുകയാണ്. ദിനം പ്രതി 12 മില്യൺ ബാരൽ വരെ നഷ്ടമാകുന്ന അവസ്ഥ. മൂന്നാമത് പ്രാദേശിക യുദ്ധം, ഗ്ലോബൽ വാർ ആകാനുള്ള സാധ്യത. ഗൾഫ് രാജ്യങ്ങൾ നേരിട്ട് ഇറാനെതിരെ രംഗത്തെത്തിയാൽ അമേരിക്ക, ഇസ്രയേൽ, യൂറോപ്പ്, പിന്നെ ചൈനയും റഷ്യയും എല്ലാം ചേർന്ന് ഒരു വലിയ ബ്ലോക്ക് യുദ്ധമുണ്ട്. നാലാമത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ്. കാരണം ഇന്ത്യയുടെ ഭൂരിഭാഗം എണ്ണ ഇറക്കുമതി ഈ പ്രദേശത്തു നിന്നാണ്. വില കൂടിയാൽ സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവ് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പോകും. ഇവിടെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഇതൊരു ഡിറ്ററൻസ് മാത്രമല്ല, ഒരു ഡെസ്പറേഷൻ സിഗ്നൽ കൂടിയാണ്. കാരണം ഉപരോധം മൂലം ഇറാൻ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാണ്. എണ്ണ കയറ്റുമതി തടസ്സപ്പെട്ടാൽ അവരുടെ പ്രധാന വരുമാന മാർഗം തന്നെ ഇല്ലാതാകും. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളത് പ്രതികാര രാഷ്ട്രീയം മാത്രമാണ്. ഈ മുന്നറിയിപ്പ് ഒരു ചോദ്യം ഉയർത്തുന്നു: ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ഈ ഭീഷണിയുടെ ഭാരം മനസ്സിലാക്കി പിന്നോട്ട് പോകും? കാരണം ഒരു തെറ്റായ തീരുമാനം മിഡിൽ ഈസ്റ്റിനെ മാത്രമല്ല ലോകത്തെ തന്നെ ഒരു ഭീകര യുദ്ധത്തിന്റെ തീയിൽ തള്ളിവിടാൻ മതിയാകും.